നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സന്ദീപ്. റെവക്ലെസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ ചെയ്യാൻ പോകുന്ന ഡിവൈസ് എന്ന് പറയുന്ന പോക്കോൻ്റെ X3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ X2 ഏർലിയർ ദിസ് ഇയർ ഫെബ്രുവരിയിലാണ് അനൗൺസ് ചെയ്തത് ആൻഡ് സെപ്റ്റംബറിൽ ഇപ്പോൾ നമുക്ക് X3 കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ സക്സസ് ഈ വീഡിയോയിൽ ഇതിൻ്റെ അൺബോക്സിങ്ങും ഓവർവ്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഇത് ആക്ച്വലി ഒരു സ്പെഷ്യൽ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് നോക്കാം. ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻസ് ആൻഡ് സ്ലൈറ്റ് കമ്പാരിസൺ നമ്മുടെ പോക്കോ X2 ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ അമർത്താൻ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഗിവ് അവേയും ചെയ്യുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റീറ്റെയിൽ ബോക്സ്. പക്ഷേ ഇതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ആൻഡ് ആക്ച്വലി റിവ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ബ്രാൻഡ്സ് സാധാരണ കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ബോക്സ് അയക്കാറുണ്ട്. എപ്പോഴും അയക്കണമെന്നില്ല, ചിലപ്പോൾ അയക്കാറുണ്ട്. പക്ഷേ ഇത്തവണ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ DTDCയുടെ ഹാൻഡ്ലിങ് കാരണം അവർ ഈ ബോക്സ് മൊത്തം തല്ലി പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരുന്നത്, ഒരു സെപ്പറേറ്റ് ബോക്സ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഡീകൺസ്ട്രക്റ്റഡ് അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ് അവർ എയിം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം പൊട്ടിയുണ്ട്. ഇപ്പോൾ ആക്ച്വലി അത്രയും രസമുള്ള ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് അല്ല, പക്ഷേ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു സ്റ്റിൽ. ആൻഡ് ഈ റീറ്റെയിൽ ബോക്സിൽ നമുക്ക് 120 Hz സ്ക്രീനിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ്. ഫ്ലിപ്കാർട്ടിൽ ഹൈ റേറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് പോക്കോന് അത് കിട്ടുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിങ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ബാക്കിൽ കിട്ടുന്നുണ്ട്. Snapdragon 732G chipset, 6000 mAh ബാറ്ററി, 33 watt ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 6+128GB വേരിയൻറ്റ്, ഷാഡോ ഗ്രേ ആണ്. ഒരു ബ്ലൂ കളർ വേരിയൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബോക്സ് ആദ്യം തുറന്നു നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവർ ആ ഡീകൺസ്ട്രക്റ്റഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എല്ലാം പുറത്ത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ കവർ ചെയ്യാം, ഇല്ലെങ്കിൽ യെസ് ആക്ച്വലി ഉണ്ട്. സിം ഇജക്ടർ പിന്നെ ഇതിൻ്റെ അകത്തുണ്ട്. യൂസർ ഗൈഡ് ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് നമ്മുടെ ഒരു കേസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഒരു ക്ലിയർ TPU കേസ്. ഇതാണ് ഇതിൽ വരുന്നത്. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ആക്ച്വലി അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ സ്ലൈഡ് ഔട്ട് ചെയ്ത് സ്ലൈഡ് ഔട്ട് ചെയ്ത് നമ്മൾ ഓരോന്നായി യൂസ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ഒരു ഐഡിയ. ബട്ട് ഇത് എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ ക്രാക്ഡ് ആണ്. അപ്പോൾ അവരുടെ ഷിപ്പിങ്ങിൻ്റെ പ്രോബ്ലമാണ്, കമ്പനിയുടെ പ്രോബ്ലം അല്ല. ആൻഡ് നമ്മുടെ ഫോൺ ഇവിടെ ഉണ്ട്, പോക്കോ X3 തന്നെ. നല്ലൊരു വെയിറ്റ് ഉണ്ട് ആക്ച്വലി. ആൻഡ് നല്ല തിക്നെസ്സും ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാം സൂൺ. ആൻഡ് ഇതാണ് പോക്കോ X3. ഇതിൻ്റെ ആ സ്റ്റിക്കർ ഞാൻ ഊരാം ആദ്യം. ആൻഡ് സിമിലർ ബ്രാൻഡിങ് എന്ന് പറയാം, ബട്ട് ആക്ച്വലി കയ്യിൽ എടുക്കുമ്പോൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ഈവൻ പോക്കോ X2 കമ്പയർ ചെയ്യുമ്പോൾ. പോക്കോ X2 കുറച്ചൊരു തിക്നെസ് ഉള്ള സ്മാർട്ട് ഫോൺ ആയിരുന്നു, പക്ഷേ ഇത് വളരെ വളരെ ഡിഫറെൻറ്റ് ഒരു ഇൻഹാൻഡ് ഫീലാണ് തരുന്നത്. ആൻഡ് അതിനെക്കുറിച്ച് സൂൺ സംസാരിക്കാം. വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജറാണ്. ഇത് USB Type-C കേബിൾ. ആൻഡ് നമ്മുടെ ചാർജിങ് ബ്രിക്ക്, ഇതും 33 watt ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചർ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഒന്ന് ഓൺ ചെയ്ത് സെറ്റപ്പ് ചെയ്യാം. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ സ്മാർട്ട് ഫോണും നമ്മുടെ പോക്കോ X2 സിമിലാരിറ്റീസും ഇതിൻ്റെ ചേഞ്ചസിനെ കുറിച്ച് സംസാരിക്കാം. ആൻഡ് എങ്ങനെ ഈ ചേഞ്ചസും സിമിലാരിറ്റീസും ഇതിൻ്റെ എൻഡ് യൂസർ എക്സ്പീരിയൻസ് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. കാരണം സ്ക്രീൻ സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻ കുറേയൊക്കെ സിമിലർ ആണ്. 6.67 inch 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണത്. ആൻഡ് ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ്. പോക്കോ X2ൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് 120 Hz ബിലോ 20,000 rupees നമുക്ക് കിട്ടിയിരുന്നു. അത് മാത്രമല്ല അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ IPS പാനലായിട്ടും നല്ല സൺലൈറ്റ് എലിജിബിലിറ്റി തന്നിരുന്നു. അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആക്ച്വലി 500 nits ആണ് തന്നിരുന്നത്. ഇതിൽ ആക്ച്വലി 450 nits ആണ് പറയുന്നത്. ഇപ്പോൾ 50 nits അത്രയും വലിയൊരു വ്യത്യാസം വരുത്താൻ ചാൻസ് ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഞാൻ പുറത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂവിൽ പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട് സൺലൈറ്റ് എലിജിബിലിറ്റി, ബ്രൈറ്റ്നസ് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. ബട്ട് കറൻ്റ്ലി ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻ എസ്പെഷ്യലി ഇങ്ങനത്തെ നല്ല ലിറ്റ് റൂമിൽ ഒരു കുഴപ്പമില്ല. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല ഷാർപ്പാണ്. ആൻഡ് ഓവറോൾ സ്മൂത്ത് ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അഫ്കോഴ്സ് വേറൊരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ ഒരു സിംഗിൾ ക്യാമറയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പോക്കോ X2 ഉണ്ടായിരുന്ന ഒരു ഡ്യുവൽ ക്യാമറ കട്ടൗട്ട് ആയിരുന്നു. അത് റൈറ്റ് സൈഡിലാണ്. ഇതാണെങ്കിൽ സെൻറ്റർ അലൈൻഡ് സിംഗിൾ ക്യാമറ കട്ടൗട്ടാണ് കിട്ടുന്നത് നമുക്ക്. അതല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാൽ കുറേ സിമിലാരിറ്റീസ് ഉള്ളത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ റൈറ്റ് സൈഡിലാണ് മൗണ്ടഡ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല. ബട്ട് IPS ഡിസ്പ്ലേ ആയതുകൊണ്ട് വേറെ ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബാക്കിലിടുക,
അല്ലെങ്കിൽ സൈഡിലിടുക. അപ്പോൾ സൈഡിലിടുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ബെറ്റർ. കാരണം ബാക്കിലാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ടേബിൾ വെക്കുന്ന സമയത്ത് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം അൺലോക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഫേസ് അൺലോക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതാണ് പ്രോബ്ലി വൺ ഓഫ് ദ മാസീവ് ചേഞ്ചസ് എന്ന് പറയാൻ കമ്പയർഡ് ടു പോക്കോ X2. പോക്കോ X2 ആക്ച്വലി 4500 mAh ബാറ്ററി നല്ലതാണ്. ആൻഡ് എനിക്ക് പേഴ്സണലി പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ എൻ്റെ റിവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ കുറേ ആൾക്കാർ ആക്ച്വലി റിയൽ ലൈഫിൽ അവർ സ്വന്തം യൂണിറ്റ്സ് വാങ്ങിച്ചപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ബാറ്ററി ഡ്രെയിൻ കുറച്ച് ഹൈ ആണ്. എനിക്ക് തോന്നുന്നു കുറച്ച് അപ്ഡേറ്റ്സ് വന്നതിന് ശേഷം ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും അത്. കാരണം എനിക്ക് പേഴ്സണലി ഫേസ് ചെയ്തില്ല. പക്ഷേ അതുകൊണ്ട് അവർ ഇത്തവണ ചെയ്തതെന്ന് പറഞ്ഞ ഒരു മാസീവ് ബാറ്ററി അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. 6000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ 6000 mAh ബാറ്ററി, ചാർജിങ്ങും ഫാസ്റ്റ് ആക്കി, 33 വാട്ട് ചാർജറാണ്. ആൻഡ് ഓഫ്കോഴ്സ് 33 വാട്ട് ചാർജർ നമ്മുടെ ബോക്സിനകത്തും കിട്ടുന്നുണ്ട്. ഡിസൈനാണ് വേറൊരു ചേഞ്ച്. അപ്പോൾ ഓവറോൾ ബേസിക് ഷേപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആണ്. പോക്കോനെ പോലെ കുറച്ച് വൈഡാണ്, കുറച്ച് തിക്നെസ് ഉണ്ട്. പോക്കോ X2 ആയാലും അത്രയും തിൻ ഡിവൈസ് ആയിരുന്നില്ല എന്തായാലും. പക്ഷേ അഫ്കോഴ്സ് ആ സമയത്ത് തന്നെ 4500 mAh ബാറ്ററി വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 6000 mAh ആഡ് ചെയ്തപ്പോൾ കുറച്ച് തിക്നെസ് കൂടി. ആൻഡ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഒരു നോൺ ഫോൾഡബിൾ അല്ലെങ്കിൽ നോൺ റഗ്ഗഡ് അല്ലെങ്കിൽ നോൺ അൾട്രാ ബാറ്ററി എൻഡ്യൂറൻസ് മോഡൽ അല്ലാത്ത ഒരു സ്മാർട്ട് ഫോണിന് ഇത്രയും ലാർജ് തിക്നെസ് വരുന്നത്. അപ്പോൾ 10.1 mm ആണ് ഇതിൻ്റെ തിക്നെസ്. ആൻഡ് കുറച്ച് വെയിറ്റും ഉണ്ട്, 225 ഗ്രാമാണെന്ന് തോന്നുന്നു എനിക്ക് ഏകദേശം. ആൻഡ് അതിൻ്റെ വെയിറ്റും ഒക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഐഫോൺ 11 Pro Maxൻ്റെ ലെവൽ വരുന്നുണ്ട്. എസ്പെഷ്യലി അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബാക്കാണ്. പോക്കോ X2 കിട്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബാക്കാണ്. ഇതിൽ ഫ്രണ്ടിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ഉണ്ട്, ബാക്കിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്. ബാക്കിലത്തെ ഡിസൈൻ ആണെങ്കിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റേലൊരു വെർട്ടിക്കൽ ക്യാമറ സെറ്റപ്പാണ്, ആൻഡ് ഇതിൽ വളരെ ഡിഫറെൻറ്റ് ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ ആ സർക്കുലർ റിങ് ഇവിടെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ് ഉള്ളത്. ആൻഡ് നമുക്ക് ഇവിടെ പോക്കോ ബ്രാൻഡിങ് വരുന്നുണ്ട്. ആൻഡ് വളരെ ലാർജ് ലെറ്റേഴ്സിലാണ്. അപ്പോൾ വളരെ ഡിസ്റ്റിങ്വിഷിങ് ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ചിലവർക്ക് ഡിസ്റ്റിങ്വിഷിങ് മാത്രമല്ല ഒരു പോളറൈസിങ് ടൈപ്പാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് പേഴ്സണലി ബ്രാൻഡിങ്ങും അങ്ങനെയൊന്നും കുഴപ്പമില്ല. ആസ് ലോങ് ആസ് ഓവറോൾ കാണാനൊരു അപ്പീൽ, ഒരു വിഷ്വൽ ഗെറ്റപ്പ് ഉണ്ടെങ്കിൽ എനിക്കത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് അട്രാക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു ബ്ലൂ കളർ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഈ ഒരു കെവ്ലാർ വീവ് ഇവർ കാണിച്ചിരിക്കുന്നത് ഈ പോക്കോ ബ്രാൻഡിങ്ങിൻ്റെ ഈ സൈഡിലൊക്കെ, അത് ആക്ച്വലി നമ്മുടെ പോക്കോ F1ൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് അവർ പറയുന്നത്. അതിലും കെവ്ലാർ ഒരു മോഡൽ ഉണ്ടായിരുന്നു, ഹയസ്റ്റ് എൻഡ് മോഡൽ. അപ്പോൾ അതിനുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ക്യാമറ സെറ്റപ്പ് നോക്കുമ്പോൾ ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ സോണി IMX686 ആയിരുന്നു പോക്കോ X2 കിട്ടിയത്. ആൻഡ് അണ്ടർ 20,000 ഇപ്പോഴും പെർഹാപ്സ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുമ്പോൾ. ആൻഡ് ഞാൻ കുറേ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്ത ഡിവൈസാണ്, എസ്പെഷ്യലി ക്യാമറ എൻതൂസിയസ്റ്റിന്. ഇതാണെങ്കിൽ സോണി IMX682 സെൻസറാണ് എടുക്കുന്നത്, 686 അല്ല. ആകെ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 4K 60 FPS സപ്പോർട്ട് ഇല്ല, 4K 30 ആണ് മാക്സിമം. ബാക്കിയെല്ലാം സെയിം ആണ്. പ്ലസ് നമുക്കൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്, 2 MP ക്യാമറ, ഒരു ഡെപ്ത് സെൻസർ, ഒരു മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻറ്റേർണൽസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732G ആണ് വരുന്നത്. നമ്മുടെ X2 കിട്ടിയ സ്നാപ്ഡ്രാഗൺ 730G. ഇപ്പോൾ 730Gയിൽ നമ്മൾ ഗെയിമും അതൊക്കെ കളിച്ചപ്പോൾ വലിയൊരു വ്യത്യാസം അറിഞ്ഞില്ല. 120 Hz എടുത്താലും വ്യത്യാസം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അതിൻ്റെ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു അത് തന്നത്. ഫോർ എക്സാമ്പിൾ വേറെ കുറേ ഫോൺസ് ഉണ്ടായിരുന്നു, റിയൽമിയുടെ 6 and 6 Pro. ഞാൻ 90 Hz മോഡിൽ യൂസ് ചെയ്തിട്ട് ആക്ച്വലി കുറേ ഫ്രെയിം ഡ്രോപ്സും ഇഷ്യൂസും ഹീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ X2 അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, ഓഫ്കോഴ്സ് നമുക്ക് 732G കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് കിട്ടും. ആൻഡ് സെയിം 120 Hz ഡിസ്പ്ലേ ഉണ്ട്. എനിക്ക് തോന്നുന്നു പെർഫോമൻസ് കുഴപ്പമുണ്ടാവില്ല. ആൻഡ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് MIUI 12 തന്നെ കിട്ടുന്നുണ്ട് ഓൺ ടോപ്പ് ഓഫ് Android 10. ആൻഡ് അതല്ലാതെ ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻസും ഇതിൻ്റെ റാം വേരിയൻസും ആണ്. അപ്പോൾ ബേസിക് വേരിയൻ്റ് എന്ന് പറയുന്നത് 6+64 ആണ്. ആൻഡ് വളരെ അട്രാക്റ്റീവ് പ്രൈസ് പോയിൻ്റ് ആണ് ആക്ച്വലി. 16,499 റുപ്പീസാണ്, 16,999 റുപ്പീസാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 6+128 GB വരണമുണ്ട്. അതിനാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 18,499. ആൻഡ് ടോപ്പ് എന്ന് പറഞ്ഞാൽ 19,999 8+128 GB വേരിയൻറ്റും കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ പ്രാക്ടിക്കലി നമുക്ക് പോക്കോ X2 കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ബാറ്ററി ലൈഫ് പ്രതീക്ഷിക്കാം, ബെറ്റർ ചിപ്സെറ്റ്, സ്ലൈറ്റ്ലി ബെറ്റർ പെർഫോമൻസ് ആണ്. നമുക്ക് ഫാസ്റ്റർ ടച്ച് പോളിംഗ് റേറ്റ്, 240 Hz ടച്ച് പോളിംഗ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ കമ്പയർ ടു നമ്മുടെ പോക്കോ X2. ആൻഡ് ഓവറോൾ
ആകെ ഒരു ഡൗൺ സൈഡ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക് പാനൽ ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ആണ്. അതാണ് നമുക്കുള്ള ഒരു മെയിൻ ട്രേഡ് ഓഫ്. പക്ഷെ അതല്ലെങ്കിൽ എല്ലാ രീതിയിലും ഇവർ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. ആൻഡ് അഫ്കോഴ്സ് ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് റിവ്യൂവിലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതും അനദർ വിന്നർ എന്ന് പറയാം. ആൻഡ് ചിലപ്പോൾ പോക്കോ X2 പോലെ അത്രയും ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരിക്കും. ആകെ ഒരു സ്ലൈറ്റ് ഇഷ്യൂ, ഇവർ ഹോപ്പ്ഫുള്ളി സെയിൽസ് വൈസ് കുറച്ചും കൂടി ബെറ്റർ, കുറച്ചും കൂടി യൂണിറ്റ്സ്, കുറച്ചും കൂടി സപ്ലൈ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അതായിരുന്നു പോക്കോ X3 അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ക്വിക്ക് കമ്പാരിസൺ നമ്മുടെ പോക്കോ X2 ആയിട്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾസോ ബെൽ ഐക്കൺ അമർത്താൻ മറക്കണ്ട.